ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഒരു പ്രമുഖ റിസർച്ച് ഇൻഡെക്സ് കമ്പനി കേരളത്തിലെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഓരോ ജില്ലയും കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ എത്തരത്തിലാണ് സംഭാവന ചെയ്യുന്നത് എന്നുള്ള ഒരു റിസൾട്ടിനെ കുറിച്ചാണ് ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. പതിനാല് ജില്ലകളിൽ 14ാം സ്ഥാനത്തുള്ളത് കാസർഗോഡാണ്. കാസർഗോഡ് ജില്ല കർണാടകയുമായുള്ള വ്യാപാരം കാരണം സാമ്പത്തിക സ്രോതസ് അതിശക്തമാണ്. പ്രവാസി വരുമാനവും കൃഷിയും മത്സ്യബന്ധനവുമാണ് പ്രധാന സമ്പദ് വ്യവസ്ഥ. കാസർഗോഡ് ജില്ലയിലെ ഭാഷയും സാംസ്കാരിക വൈവിധ്യങ്ങളും വ്യാപാരങ്ങൾക്കും തൊഴിലവസരങ്ങൾക്കും നിരവധി സഹായങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാണ് പഠനത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. പതിമൂന്നാം സ്ഥാനത്തുള്ളത് വയനാടാണ്. വയനാടിന്റെ പ്രധാന ആശ്രയം എന്ന് പറയുന്നത് കൃഷിയും ടൂറിസവുമാണ്. കാപ്പി, കുരുമുളക്, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവ ഈ ജില്ലയിലേക്ക് വലിയ രീതിയിലാണ് വരുമാനങ്ങൾ എത്തിക്കുന്നത്. മാത്രമല്ല വയനാടിന്റെ പ്രകൃതി സൗന്ദര്യം വലിയ രീതിയിലാണ് സമ്പത്ത് ജില്ലയിൽ എത്തിക്കുന്നത്. വലിയ രീതിയിലുള്ള വ്യവസായങ്ങളൊന്നുമില്ലെങ്കിലും ഒരു സ്വാഭാവിക സമ്പദ് വ്യവസ്ഥ നിലനിർത്താൻ വയനാടിന് സാധിക്കുന്നുണ്ട്. 12ാം സ്ഥാനത്തുള്ളത് ഇടുക്കിയാണ്. വൈദ്യുതി ഉൽപാദനത്തിലൂടെയാണ് ഇടുക്കി ജില്ല സംസ്ഥാനത്തിന് വലിയ രീതിയിലുള്ള വരുമാനം നേടിത്തരുന്നത്. ജലവൈദ്യുത പദ്ധതികൾ ദീർഘകാലത്തെ സാമ്പത്തിക മൂല്യമാണ് നിലനിർത്തി പോരുന്നത്. മാത്രമല്ല തോട്ടം കൃഷിയും ജില്ലയുടെ സമ്പദ് വ്യവസ്ഥ സമ്പന്നമാക്കുന്നു. പതിനൊന്നാം സ്ഥാനത്തുള്ളത് പത്തനംതിട്ടയാണ്. പത്തനംതിട്ട ജില്ലയുടെ സമ്പദ് വ്യവസ്ഥ തീർത്ഥാടനത്തിലും പ്രവാസി വരുമാനത്തിലുമാണ് നിലനിൽക്കുന്നത്. ശബരിമല തീർത്ഥാടനം വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടമാണ് വർഷം തോറും പത്തനംതിട്ടയ്ക്ക് എത്തിക്കുന്നത്. വിദേശത്തു നിന്നുള്ള വരുമാനം വലിയ രീതിയിലാണ് ജില്ലയിൽ നിക്ഷേപങ്ങളും പുതിയ സംരംഭങ്ങൾക്കും കാരണമായത്. പത്താം സ്ഥാനത്തുള്ളത് കണ്ണൂരാണ്. കണ്ണൂർ ജില്ലയിൽ പുതിയ വിമാനത്താവളത്തിന്റെ വരവോടെ സാമ്പത്തിക വ്യവസ്ഥ വലിയൊരു കുതിച്ചുചാട്ടമാണ് നടത്തിയത്. മാത്രമല്ല പ്രവാസി വരുമാനങ്ങളും ചെറുകിട വ്യവസായങ്ങളും കണ്ണൂരിന്റെ സമ്പദ് വ്യവസ്ഥയിൽ പ്രധാന പങ്കുവഹിക്കുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സേവന മേഖലകളും കണ്ണൂരിന്റെ ഒരു സ്ഥിരം വരുമാന സ്രോതസ്സാണ്. ഇന്ന് വടക്കൻ കേരളത്തിൽ ഒരു പ്രധാന വ്യവസായ കേന്ദ്രമായി കണ്ണൂർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒമ്പതാം സ്ഥാനത്തുള്ളത് കൊല്ലം. കൊല്ലത്തിന്റെ സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്നത് പരമ്പരാഗത തൊഴിൽ മേഖലയിലൂടെയാണ്, വ്യവസായങ്ങളിലൂടെയുമാണ്. കശുവണ്ടി വ്യവസായം പതിറ്റാണ്ടുകളായി വലിയ രീതിയിലുള്ള ഒരു തൊഴിൽ മേഖലയാണ് കൊല്ലം ജില്ലയിൽ സൃഷ്ടിച്ചത്. വ്യാപാര സംസ്കാരവും ശക്തമായ കുടുംബ സംസ്കാരവും വലിയ രീതിയിലുള്ള സാമ്പത്തിക സ്ഥിതിയാണ് കൊല്ലത്ത് നിലനിർത്തി പോരുന്നത്. വരാനിരിക്കുന്ന തുറമുഖ വികസനം ഭാവിയിൽ ജില്ലയ്ക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എട്ടാം സ്ഥാനം പാലക്കാടിനാണ്. കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന പാലക്കാട് പ്രധാനമായും നെല്ല്, പച്ചക്കറി, മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങൾ സംസ്ഥാനത്തിന്റെ ഭക്ഷ്യസുരക്ഷയിൽ വലിയ രീതിയിലാണ് പങ്കുവഹിക്കുന്നത്. മാത്രമല്ല തമിഴ്നാടുമായുള്ള വ്യാവസായിക ബന്ധം പുതിയ നിക്ഷേപങ്ങൾക്കും പാലക്കാട് അവസരമൊരുക്കിയിട്ടുണ്ട്. കാർഷിക വരുമാനങ്ങളും വ്യവസായ വരുമാനങ്ങളും ചേർന്ന ഒരു സ്ഥിരമായ സമ്പദ് വ്യവസ്ഥ നിലനിർത്താൻ പാലക്കാടിന് സാധിക്കുന്നുണ്ട്. 7ാം സ്ഥാനത്ത് ആലപ്പുഴ. ആലപ്പുഴയുടെ സമ്പദ് വ്യവസ്ഥ ടൂറിസവും പരമ്പരാഗത വ്യവസായങ്ങളും കൂടി കലർന്നതാണ്. കായലുകളും ഹൗസ് ബോട്ടുകളും ടൂറിസം മേഖലയിലൂടെ വലിയ രീതിയിലാണ് ആലപ്പുഴയിൽ വരുമാനം എത്തിക്കുന്നത്. മാത്രമല്ല കയർ വ്യവസായം വലിയ രീതിയിലുള്ള തൊഴിൽ മേഖലയാണ് ജില്ലയിൽ സൃഷ്ടിച്ചത്. മാത്രമല്ല തീരപ്രദേശങ്ങളിലും ഉൾനാടൻ ഗ്രാമങ്ങളിലും ഭൂമിയുടെ വില ഈ ജില്ലയ്ക്ക് വലിയ രീതിയിലാണ് വരുമാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. 6ാം സ്ഥാനത്ത് മലപ്പുറമാണ്. നമുക്കെല്ലാം അറിയാം മലപ്പുറം ജില്ലയുടെ പ്രധാന വരുമാനം എന്ന് പറയുന്നത് പ്രവാസി പണമാണ്. പ്രത്യേകിച്ചും അറബ് നാടുകളിൽ നിന്നുള്ള പ്രവാസി പണം. ഈ പണം പ്രധാനമായും ഒഴുകുന്നത് കുടുംബങ്ങളിലേക്കും വീട് നിർമ്മാണത്തിലേക്കും വ്യവസായത്തിലേക്കും വിദ്യാഭ്യാസത്തിലേക്കുമാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള പ്രദേശം ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ വിപണിയുടെ ചലനങ്ങളും വളരെ ശക്തമാണ്. നിലവിൽ ചെറുകിട സംരംഭങ്ങളും റീറ്റെയിൽ വ്യാപാരങ്ങളും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന പ്രധാന ജില്ലയാണ് മലപ്പുറം. മലബാറിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ വ്യവസായം നടക്കുന്ന സ്ഥലം കൂടിയാണ് മലപ്പുറം ജില്ല.
5ാം സ്ഥാനത്തുള്ളത് കോഴിക്കോടാണ്. ചരിത്രപരമായി തന്നെ വ്യവസായമാണ് കോഴിക്കോടിന്റെ വരുമാനം. വ്യാവസായിക പാരമ്പര്യമുള്ള നഗരമാണ് കോഴിക്കോട്. വിദ്യാഭ്യാസ രംഗവും ആരോഗ്യ രംഗവുമാണ് ഇന്ന് കോഴിക്കോട് ജില്ലയുടെ സമ്പദ് വ്യവസ്ഥയെ വേഗത്തിലാക്കുന്നത്. ഗൾഫ് മേഖലയിലുള്ള പ്രവാസികളുടെ കുടിയേറ്റം കാരണം വലിയ രീതിയിലുള്ള ഗൾഫ് പണമാണ് കോഴിക്കോട് എത്തുന്നത്. വ്യാപാരികൾക്കും സംരംഭകർക്കും അനുകൂലമായ സാമൂഹിക അന്തരീക്ഷം ജില്ലയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ രീതിയിലാണ് പങ്കുവയ്ക്കുന്നത്. 4ാം സ്ഥാനത്ത് തൃശൂരാണ്. തൃശൂരിനെ കുറിച്ച് പൊതുവെ അറിയപ്പെടുന്നത് കേരളത്തിന്റെ സാമ്പത്തിക തലസ്ഥാനം എന്നാണ്. സ്വർണ്ണ വ്യാപാരവും ആഭരണ വ്യവസായവും ജില്ലയുടെ സാമ്പത്തിക ഞെട്ടലാണ്. മാത്രമല്ല സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളും ചിട്ടി കമ്പനികളും നിരവധിയാണ് തൃശൂരിൽ പ്രവർത്തിക്കുന്നത്. വ്യാപാരത്തിൽ ദീർഘകാല അനുഭവമുള്ള പല കുടുംബങ്ങളും വലിയ രീതിയിലാണ് ജില്ലയിൽ പണമൊഴുക്കുന്നത്. 3ാം സ്ഥാനം കോട്ടയത്തിനാണ്. കോട്ടയം ജില്ല സമ്പന്നമാകുന്നത് പ്രധാനമായും പ്രവാസി പണവും ബാങ്കിംഗ് മേഖലയുമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളുടെ പണം ഭൂമിയിലും വലിയ രീതിയിൽ വ്യവസായത്തിലും നിക്ഷേപിക്കപ്പെടുന്നു. മാത്രമല്ല ദീർഘകാലമായി വലിയ രീതിയിലുള്ള ഒരു വരുമാനമാണ് റബ്ബർ വ്യവസായത്തിലൂടെ കോട്ടയത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലവാക്കുന്നതിൽ നിയന്ത്രണങ്ങളും സമ്പാദ്യത്തിൽ ഏറെ ശ്രദ്ധയും ചെലുത്തുന്ന ജനങ്ങളാണ് കോട്ടയത്ത് ഉള്ളത് എന്നതുകൊണ്ട് തന്നെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ കോട്ടയംകാർ കേരളത്തിന് ഒരു മാതൃക തന്നെയാണ്. 2ാം സ്ഥാനം തിരുവനന്തപുരം. കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം സർക്കാർ ജോലിക്കാരുടെയും IT മേഖലയും ചേർന്നിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ്. തിരുവനന്തപുരത്തെ കഴക്കൂട്ടത്തെ ടെക്നോ പാർക്ക് ഏഷ്യയിൽ തന്നെ വലിയ IT പാർക്കുകളിൽ ഒന്നാണ്. സർക്കാർ ജോലിക്കാരുടെ സ്ഥിര വരുമാനവും സ്വകാര്യ IT കമ്പനികളിലെ വലിയ രീതിയിലുള്ള വരുമാനവും നഗര കേന്ദ്രങ്ങളിൽ വലിയ രീതിയിലാണ് വ്യവസായത്തിന് സഹായകരമാകുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സമ്പന്നമായ ജില്ല 1ാം സ്ഥാനത്തുള്ളത് എറണാകുളമാണ്. കൊച്ചി തുറമുഖം, രാജ്യാന്തര വിമാനത്താവളം, മെട്രോ റെയിൽ സർവീസുകൾ എന്നിവ വ്യാപാരത്തിലും തൊഴിൽ സൃഷ്ടിക്കുന്നതിലും വലിയ രീതിയിൽ സഹായകരമാകുന്നുണ്ട്. ഇൻഫോ പാർക്ക് പോലുള്ള IT കേന്ദ്രങ്ങൾ ആയിരക്കണക്കിന് യുവാക്കൾക്കാണ് തൊഴിലവസരങ്ങളും വലിയ വരുമാനങ്ങളും നേടിക്കൊടുക്കുന്നത്. വ്യവസായങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ, റിയൽ എസ്റ്റേറ്റ് മേഖല 3 കാര്യങ്ങളും ഒന്നിച്ചു പ്രവർത്തിക്കുന്നതിനാൽ എറണാകുളം ജില്ലയിൽ പണമൊഴുക്ക് സ്ഥിരവും ശക്തവുമാണ്. പണം മാത്രമല്ല സമ്പത്ത് എന്ന് ലോകത്തോട് പഠിപ്പിച്ച നാടാണ് കേരളം. തൊഴിലും വിദ്യാഭ്യാസവും ആരോഗ്യവും മനുഷ്യബന്ധങ്ങളും ഒരുപോലെ വിലമതിക്കുന്ന ഒരു സമൂഹമാണ് നാം കേരളീയർ. കേരളത്തിന്റെ സാഹചര്യത്തിൽ നഗരങ്ങളും ഗ്രാമങ്ങളും തമ്മിൽ വലിയ അകലമില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ സമ്പത്ത് ചില കേന്ദ്രങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യവും കേരളത്തിലില്ല. ഒരു പക്ഷേ അത് തന്നെയാണ് കേരളത്തിന്റെ യഥാർത്ഥ സമ്പന്നത. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഓരോ ജില്ലയും ഒരു കഥയാണ്. ഓരോ കഥകളും ചേർന്നാൽ വലിയൊരു കഥയായ കേരളമായി മാറും. അത് ഒരു മാതൃകയാണ്, അഭിമാനമാണ്, ഒരു പ്രതീക്ഷ കൂടിയാണ്. ഈ പ്രതീക്ഷയും അഭിമാനവും തന്നെയാണ് നാം മലയാളികളുടെ കരുത്ത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വൈകാതെ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് വിട പറയുന്നു. നന്ദി.